അന്ന് 22% ഹിന്ദുക്കളുടെ ജനസംഖ്യ. അതിന്ന് നിങ്ങൾ പാകിസ്ഥാൻ എടുത്തു നോക്കൂ, അതാകെ 2% ആണ്. പിന്നെ ബംഗ്ലാദേശിലാവട്ടെ 7%, അതിൻ്റെ താഴെയായിട്ടും മാറിയിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെച്ചാൽ ഇദ്ദേഹം ചെയ്ത വലിയൊരു കളവ് എന്താ വെച്ചാൽ അവർക്ക് കടന്നു വരാൻ കഴിയില്ല. ചൈന എടുക്കാം. ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങളെക്കുറിച്ച് ദീർഘകാലമായി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ആ ബുദ്ധിമുട്ടുന്ന മുസ്ലിം സഹോദരന്മാർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ? കഴിയില്ല. ശ്രീലങ്ക എടുക്കാൻ താങ്കൾ പറഞ്ഞത് ഒരുപാട് കാലമായി, അല്ലെങ്കിൽ BJP ഗവൺമെൻറ് നിലവിൽ വന്ന ഒരു സമയത്ത് തന്നെ ഉള്ളതാണ്. CAA എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടൊരു ബില്ല് അവതരിപ്പിക്കുകയും അതുമായി സംബന്ധിച്ച് ആ കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചകളും അതുപോലെ തന്നെ പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടാകുന്ന, പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലം ഇതൊരു ഫ്രീസറിൽ വെക്കുന്നൊരു സാഹചര്യമാണ് എന്നാണ് പലപ്പോഴും രാഷ്ട്രീയ വിചക്ഷണന്മാരൊക്കെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇതൊരു ആക്റ്റായി പുറത്തു വരികയും അതോടൊപ്പം തന്നെ അതിൻ്റെ വെബ്സൈറ്റ്, അപ്ലൈ ചെയ്യാനുള്ള വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇപ്പോൾ തന്നെ നാളെ അതിൻ്റെ ഒരു ഹർജി സുപ്രീം കോടതി എടുക്കുകയാണ്. യഥാർത്ഥത്തിൽ CAA മുന്നോട്ട് വരുമ്പോൾ ഇവർ പറയുന്നത് പൗരന്മാർക്ക് പൗരത്വം കൊടുക്കാനുള്ള ഒരു നിയമമാണ്. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതിൽ ഒരു ഇത്രത്തോളം പ്രതിഷേധിക്കേണ്ട ഒരു ആവശ്യമെന്നാണ് പലപ്പോഴും ചോദിക്കുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു ആശങ്ക എന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്? ഇത്തരമൊരു നിയമത്തെ സംബന്ധിച്ചുള്ള ആശങ്ക ഈ രാജ്യത്തിൻ്റെ സങ്കല്പങ്ങളെക്കുറിച്ചുള്ള ധാരണ ഉള്ളതുകൊണ്ടാണ്. സമീപകാലത്ത് വന്ന ഒരു സ്വീഡിഷ് ഏജൻസി വീഡം എന്നാണ് അവരുടെ പേര്, വെറൈറ്റി ഓഫ് ഡെമോക്രസി. അവർ ഇന്ത്യ രാജ്യത്തെ ഇപ്പോൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് ഇലക്റ്റഡ് ഓട്ടോക്രസി എന്നാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്വേച്ഛാധിപത്യം. വീണ്ടും അത് 2 വർഷം മുമ്പായിരുന്നു. ഈ വർഷത്തെ കണക്കിൽ വീണ്ടും താഴോട്ട് നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ രാജ്യം ഭരിക്കുന്നവരുടെ താല്പര്യങ്ങൾ രാഷ്ട്രീയമായി നോക്കിയാൽ അതിനെക്കുറിച്ച് ധാരണയുള്ളവർക്ക് അറിയാം. അത്തരമൊരു പ്രഖ്യാപനത്തിൻ്റെ അല്ലെങ്കിൽ 100 വർഷം മുമ്പ് രൂപീകരിക്കപ്പെട്ടൊരു ആശയത്തിൻ്റെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ മാനിഫെസ്റ്റേഷനാണ് എൻ്റെ അഭിപ്രായത്തിൽ പൗരത്വ ഭേദഗതി നിയമം. കാരണം നിയമത്തിൻ്റെ തന്നെ എല്ലാ ചുളിവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ കുറേ സാധ്യതകൾ വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു നിയമം എന്ന് ഭരണകൂടം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് അത് പാർലമെൻറ്റിൽ നടപ്പാക്കിയെടുത്തത്. ഇനി ഇപ്പോൾ 4.5 വർഷമായി അത് കോൾഡ് സ്റ്റോറേജിലാണ് എന്ന് പറയാവുന്ന തരത്തിലാണ്. അതിനിടയിൽ തന്നെ ഗവൺമെൻറ് സുപ്രീം കോടതിയിൽ പറഞ്ഞത് ഇതിൻ്റെ ചട്ടങ്ങളൊന്നും ഉടനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ എലക്ഷൻ പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ ബാക്കിയുള്ളപ്പോഴാണ് ഇതിന് റൂൾസ് നിർമ്മിക്കുകയും ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് സൈറ്റ് ഓപ്പൺ ചെയ്യുകയും ചെയ്തത്. CAA എന്ന നിയമത്തിനെതിരെ അന്ന് തന്നെ 2019 ഡിസംബറിലാണ് നിലവിൽ വരുന്നത്. അന്ന് തന്നെ രാജ്യവ്യാപകമായി രാജ്യസങ്കല്പങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരെല്ലാവരും പ്രത്യക്ഷ സമരരംഗത്തേക്ക് ഇറങ്ങിയിരുന്നു. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിൽ പോലും എല്ലാവരും സംയുക്തമായി സമരരംഗത്തേക്ക് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രശ്നം വളരെ കൃത്യമാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്റ്റാണ് 3 രാജ്യങ്ങളെ നിർവചിച്ചുകൊണ്ട്, നിർവചനം എന്ന് പറഞ്ഞാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള ഇസ്ലാം മതത്തെ ഒരു വേള രാഷ്ട്രമതമായി സ്വീകരിച്ചിട്ടുള്ള രാജ്യങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് 6 മതങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ജൈന, പാഴ്സി, അങ്ങനെ 6 മതങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് ഈ 3 രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ 6 മതങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ മറ്റ് രാജ്യങ്ങളില്ലേനും, എന്നാൽ ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഉള്ള ഇൻവിറ്റേഷൻസ് ഒന്നും സ്വീകരിക്കുന്നുമില്ല. അതെ, ഇവിടെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവർ ആക്ഷേപിക്കുന്നത്, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കുകയാണ്, ഈ രാജ്യങ്ങൾ പേഴ്സിക്യൂട്ടഡ് മൈനോറിറ്റീസ് ആയിട്ട് അവിടെ ഈ മുസ്ലിമേതര വിഭാഗങ്ങളായ ഈ 6 മതവിഭാഗങ്ങളുണ്ടെന്നാണ് ഇവർ പറയുന്നത്. അത് തന്നെ മുസ്ലിം ഭൂരിപക്ഷമുള്ള രാഷ്ട്രങ്ങളെ അപമാനിക്കലാണ് ഒരർത്ഥത്തിൽ. അവിടെ എല്ലാ മറ്റ് വിഭാഗങ്ങളൊക്കെ പേഴ്സിക്യൂട്ട് ചെയ്യപ്പെടുന്നു, അവിടെ അവർ ബുദ്ധിമുട്ടുന്നു എന്നാണ്. അതിൽ തന്നെ നേരെ എക്സാമ്പിൾ എടുക്കുക, പാകിസ്ഥാനെ മാത്രം എടുക്കാം. പാകിസ്ഥാനിൽ അവിടുത്തെ ന്യൂനപക്ഷ അഭിപ്രായങ്ങളിൽ മുസ്ലിം മതവിഭാഗങ്ങളിൽ തന്നെ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്. ബുദ്ധിമുട്ടുന്ന ആളുകൾ അക്കോമഡേറ്റ് ചെയ്യാനാണ് ഇങ്ങനെ ഒരു നിയമമെങ്കിൽ അവർക്ക് കടന്നു വരാൻ കഴിയില്ല. ചൈന എടുക്കാം. ചൈനയിലെ ഉയ്ഗർ മുസ്ലിങ്ങളെക്കുറിച്ച് ദീർഘകാലമായി വാർത്തകൾ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് പ്രകാരം ആ ബുദ്ധിമുട്ടുന്ന മുസ്ലിം സഹോദരന്മാർക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുമോ? കഴിയില്ല. ശ്രീലങ്ക എടുക്കാൻ താങ്കൾ പറഞ്ഞ, ശ്രീലങ്കയിൽ തമിഴ് സിംഹള ഇഷ്യൂ പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയമായിട്ട് പോലും
അതിന് ബന്ധമുണ്ട്. അവരതും കൂടി ശ്രദ്ധിച്ചാണ് കാര്യങ്ങൾ പറയാറുള്ളത്. അവർക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ ഇങ്ങോട്ട് കടന്നു വരാൻ, അവിടെ പേഴ്സിക്യൂട്ടഡ് ആയിട്ടുള്ള ഈ തമിഴ് ആളുകൾക്ക് വരാൻ അവസരമുണ്ടോ? ഇല്ല. മ്യാൻമർ എടുക്കാം. ലോകത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ജനവിഭാഗം, അഭയാർത്ഥി വിഭാഗം അല്ലെങ്കിൽ പേഴ്സിക്യൂട്ടഡ് ആണെന്ന് പറയുന്ന ലോകം അംഗീകരിച്ച വിഭാഗമാണ് റോഹിംഗ്യൻ മുസ്ലിങ്ങൾ. മ്യാൻമറിലെ ഡൽഹിയിൽ അവരുടെ ക്യാമ്പുണ്ട്. നമുക്കൊക്കെ പോയാൽ മനസ്സിലാവും അവരുടെ ദയനീയമായ സ്ഥിതി എന്താണെന്നുള്ളത്. അവർക്ക് ഈ നിയമം വഴി ഇങ്ങോട്ട് കയറി വരാൻ പറ്റുമോ? ഇല്ല. ഇനി ഇങ്ങോട്ട് വന്നിട്ട് തന്നെയുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റുമോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഇത് ഏതെങ്കിലും അർത്ഥത്തിൽ ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുകയാണെന്നും നമ്മളൊരു അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമാണ് എന്ന അർത്ഥത്തിൽ സിറ്റിസൺഷിപ്പ് കൊടുക്കാനും ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. ഇതിൽ ഉദ്ദേശം വളരെ വ്യക്തവും കൃത്യവുമാണ് ആ അർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ. പിന്നീട് നമ്മൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം 7.5 വർഷം, ആ കാലത്ത് 7.5 വർഷമായിരുന്നു. നമ്മൾ അന്നത്തെ പ്രക്ഷോഭത്തിൻ്റെ ഓർമ്മയിലാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. 2014 ഡിസംബർ 31 ഇവർ ഫാസ്റ്റ് ട്രാക്ക് ഗ്രാൻഡിങ് ഓഫ് സിറ്റിസൺഷിപ്പിന് കട്ട് ഓഫ് വെച്ചത്. നമ്മളൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കാം. ഈ ഡിസംബർ 31, 2014 അതിന് തൊട്ട് മുമ്പ് വന്ന ഒരു മുസ്ലിം ഇതര വിഭാഗം, ഇവർ എണ്ണിപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഒരാളുണ്ടെന്ന് വിചാരിക്കുക. അതിനെയും പിന്നിലേക്ക് 30-20 വർഷം ഇവിടെ നിന്നിട്ടുള്ള ഒരു മുസ്ലിം ഉണ്ടെന്നും വിചാരിക്കുക. ഇപ്പോൾ സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ മുസ്ലിമിന് പൗരത്വം കിട്ടാൻ അവകാശമില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ആസാമിൽ NRC നടപ്പിലാക്കി. അവർക്കത് പാളിപ്പോയെങ്കിലും അവിടെ നടപ്പിലാക്കി. അവിടെ തന്നെ നമ്മൾ കണ്ടത് NRC നടപ്പിലാക്കിയപ്പോൾ 15 ലക്ഷത്തോളം മറ്റു വിഭാഗക്കാരയിൽ കയറിപ്പോയി. അതുകൊണ്ടാണ് ഈ എക്സസൈസ് വീണ്ടും നടത്തുമെന്ന് പറഞ്ഞത്. കോടികൾ മുടക്കി നടത്തിയ കാര്യമാണ് വീണ്ടും ആവർത്തിക്കുമെന്ന് പറയുന്നത്. ഇനി അവിടെ പുറത്തു പോയൊരു ഹിന്ദു വിഭാഗക്കാരനുണ്ടെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് ഇനി അകത്ത് കയറണമെങ്കിൽ എന്താ CAA പ്രകാരം ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതോടൊപ്പം നേരത്തെ പോയ അതേ അതോറിറ്റിയുടെ മുമ്പിൽ പോയി അദ്ദേഹം പറയണം, ഞാൻ പാകിസ്ഥാനിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വന്ന ഹിന്ദു ആണെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കിട്ടാൻ അവസരം ഉണ്ടാവുക. അത് അവിടുത്തെ അതിനകത്തൊരു തമാശയാണെങ്കിൽ അതിൽ ഭീകരമായ അവസ്ഥ. അങ്ങനെയൊന്നും തന്നെ ഒരു സാധ്യതയിലും സിറ്റിസൺഷിപ്പ് കിട്ടാതെ ബാക്കിയായി പോകുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമാണ്. അവിടെ നിന്നുള്ള ഒരു മുഹമ്മദ് സനാഉല്ലാ ഖാൻ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരൻ, കാർഗിലിൽ സ്തുത്യർഹമായ സേവനം നിർവഹിച്ചതിന് രാഷ്ട്രം വിശിഷ്ട സേവനത്തിൻ്റെ മെഡൽ നൽകി ആദരിച്ച ഒരു പട്ടാളക്കാരൻ, അദ്ദേഹം ഡിറ്റൻഷൻ സെൻറ്ററിലായി 10 ദിവസത്തോളം. ആ കാലത്ത് രാജ്യത്തിൻ്റെ പ്രഥമ പൗരനായിരുന്ന നമ്മുടെ പ്രസിഡൻ്റായിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദിൻ്റെ കുടുംബാംഗങ്ങൾ പട്ടികയ്ക്ക് പുറത്തായി പോയി. പ്രഥമ പൗരൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒന്നാമത്തെ പൗരൻ എന്നാണ് മലയാളത്തിൻ്റെ അർത്ഥം. ബാക്കിയെല്ലാം പിന്നീടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെ സംഭവിച്ചത്. അങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ഇത് ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ജിയോഗ്രഫിക്കൽ വ്യത്യാസം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ ഇതിനെ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് മുസ്ലിം വിവേചനപരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായുമാണ്, രാജ്യത്തെ ഏറ്റവും വിവേചനപരമായ നിയമ ഭേദഗതിയാണിത്. എന്നാൽ നമ്മൾ ആസാമിൽ നോക്കിക്കഴിഞ്ഞാൽ ആസാമിൽ ആളുകളുടെ ആശങ്ക എന്ന് പറഞ്ഞാൽ സമീപ സ്ഥലങ്ങളിൽ നിന്ന് ഈ നോൺ മുസ്ലിം ഇതര വിഭാഗങ്ങൾ ചേക്കേറി അവിടെ ഉണ്ടാകുന്ന ഡെമോഗ്രഫിയിലെ മാറ്റങ്ങളെ ഭയന്നുകൊണ്ടാണ്. ഗുവാഹത്തിയിൽ അവിടെ മുമ്പ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു, വെടിവെപ്പ് പോലും ഉണ്ടായി. ഇനി മമതാ ബാനർജിയുടെ ബംഗാളിൽ പോയാലോ സമാനമായി നമ്മുടെ അതേ ആശങ്കയാണ് അവർക്കുള്ളത്. ഇത് കശ്മീർ പോലെ ഗുജറാത്ത് പോലെ ബോർഡർ സ്റ്റേറ്റുകളിൽ നടപ്പാക്കിയാൽ അവിടെ വ്യത്യസ്ത സാഹചര്യങ്ങളായിരിക്കും. അപ്പോൾ CAA എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ തികച്ചും നടപ്പിലാക്കാൻ എല്ലാ അർത്ഥത്തിലും വൈരുദ്ധ്യങ്ങൾ തന്നെ തുറച്ചു നോക്കുന്നൊരു നിയമമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുടർന്നുള്ള അതിൻ്റെ നാളെ കോടതിയിൽ വരുന്നു, കോടതി അതെങ്ങനെ കാണുന്നു എന്ന അർത്ഥത്തിലൊക്കെ നമുക്ക് നോക്കണം. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളിലൂടെയാണ് കോടതി പോകുന്നതെങ്കിൽ ഒരു ഭരണഘടനാ പ്രശ്നമായി അത് ഉന്നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ ചുമതല. അതൊരിക്കലും ഒരു മുസ്ലിം പ്രശ്നമായി ചുരുക്കി കാണരുത്. ഭരണഘടനയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മളതിനെ ചോദ്യം ചെയ്യണം. കാരണം ഇതിൽ നമ്മുടെ കൂടെ അണിനിരുന്നത് രാജ്യത്തെ മുസ്ലിങ്ങൾ മാത്രമല്ല, ഇവിടുത്തെ മതേതര കക്ഷികൾ, മതേതര നേതാക്കൾ, മതേതര വിശ്വാസികൾ, എത്രയോ ആളുകൾ നമ്മുടെ കൂടെ അന്ന് അണിനിരുന്നത് നമുക്കറിയാം. ഇത് പാർലമെൻറ്റിലും പുറത്തും പ്രക്ഷുബ്ധമായി 2 സഭകൾ കടന്നുകൊണ്ടാണ് ഈ നിയമം പാസ്സായത് തന്നെ, വളരെ എളുപ്പത്തിലല്ല. അപ്പം അങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കി നേരത്തെ 4.5 വർഷം മുമ്പ് കോടതി അത് പരിഗണിച്ചപ്പോൾ ഒരു ലാർജർ ബെഞ്ച് ഇത് കേൾക്കണം എന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഭരണഘടനാ ബെഞ്ചിലേക്ക് ഒരു ഭരണഘടനാ പ്രശ്നം ഇതിനകത്തുണ്ടോ എന്ന് വിശദമായ വാദങ്ങൾക്ക് സാധ്യത തുറന്നിടുമായിരിക്കും. എങ്ങനെയാണത് വരുന്നത് എന്ന് കോടതിയുടെ ശ്രദ്ധയിലേക്ക്, കോടതിയുടെ പരിഗണനയിലേക്ക് സൂക്ഷ്മമായി നമ്മൾ ഉറ്റുനോക്കുക എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു യു എൻ റെഫ്യൂജി അഗ്രിമെൻറ്റിലൊക്കെ സൈൻ ചെയ്തുകൊണ്ടാണ് സാധാരണഗതിയിൽ ഇത്തരം
അമെൻമെൻറ്റുകളൊക്കെ വരുന്ന സമയത്ത് സാധാരണകളിൽ ഇത്തരം ആളുകളെ നമ്മൾ എന്ത് ചെയ്യുക, അക്കോമഡേറ്റ് ചെയ്യുക എന്നുള്ള രൂപത്തിലൊക്കെ കാണാറുള്ളത്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം അതിൽ സൈൻ ചെയ്തിട്ടില്ല എന്നതിനപ്പുറത്ത് അന്ന് മാത്രമല്ല, ഇത്തരം ഒരു നിയമം ഇവിടെ പാസ്സാക്കുമ്പോൾ ഇത്തരം നിയമങ്ങളുടെ ഒക്കെ ഒരു ചർച്ചകൾ സമൂഹത്തിൽ വരുന്നുണ്ട്. മറ്റൊരു ആശയം, മറ്റൊരു ചർച്ച വരുന്നത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഇത് അവസാനത്തൊരു ആയുധമാണ് എന്നുള്ള രൂപത്തിലേക്ക് ഇനി ഉപയോഗിക്കാനുള്ള അവസാനത്തെ ഒരു വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇലക്ഷനെ ഒഴിവാക്കുക എന്നുള്ള തരത്തിലൊക്കെ ഒരു ഈ CAA വിഷയത്തിലൊക്കെ വരുന്നുണ്ട്. എന്താണ് ഈ ഒരു നിയമം നിലവിൽ വരുമ്പോൾ നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്? അല്ല, നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അതിനകത്തുണ്ട്. ഒന്ന്, എന്തുകൊണ്ട് ഈ രാജ്യങ്ങളിലൊന്നു മാത്രം എന്നൊരു ചോദ്യം വന്നു. അപ്പോൾ നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിന് നൽകിയൊരു ഉത്തരം ഒരു വിശാല ഭാരതം എന്നൊരു സങ്കല്പമുണ്ട് എന്നാണ്. അതായത് അഫ്ഗാനിസ്ഥാനും അഖണ്ഡം ഒന്നുമല്ല, ശരിക്കും വിശാലം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യത്തിനും മുൻപ് മീൻസ് പൗരാണിക കാലത്ത് തന്നെ നിലനിന്നിരുന്നു എന്ന് പറയുന്നത്. അതാണ് ഒന്നാമത്തെ കള്ളെന്ന് പറയുന്നത്. ചരിത്രത്തിലൊരു കാലഘട്ടത്തിലും അത്തരത്തിലുള്ളൊരു വിശാല ഭാരതം നിലനിന്നിട്ടില്ല. ഒരുപക്ഷെ കാബൂൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു രാജ്യം ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ അതിൽ സൗത്ത് ഇന്ത്യ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന ഈ വടക്ക് കിഴക്കൻ മേഖലകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പറയുന്നൊരു വിശാല ഭാരതം എന്നൊരു ഇത് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അത് ഇന്ന് നമ്മൾ കാണുന്ന ഒരു വിശാല ഭാരതത്തെ ബ്രിട്ടീഷുകാരാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവരോട് നന്ദി പറയേണ്ടുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ആണ് കാണുന്നതെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട് ചുരുക്കാൻ കഴിയില്ല. കാരണം ശ്രീലങ്ക എന്തായിരുന്നു, അതിൻ്റെ ഭാഗമായിരുന്നു. ആ സേതു ഹിമാചൽ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു, അതിനകത്ത് പെടുന്നതാണ്. അപ്പം ആ നിലയ്ക്കുള്ളൊരു നോണ്. രണ്ടാമത് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം ഒടുവിൽ ഈ അമിത്ഷാ ഒരു വിശദീകരണവുമായിട്ട് വന്നിരുന്നു. കുറച്ച് വൈകാരികമായിട്ട് അദ്ദേഹം വിശദീകരിച്ചൊരു കാര്യം, പാകിസ്ഥാനിലും ബംഗ്ലാദേശിലുമൊക്കെ വിഭജന കാലത്തുണ്ടായിരുന്ന ഹിന്ദുക്കളുടെ എണ്ണവും ഇന്നുള്ള എണ്ണവും പറഞ്ഞുകൊണ്ടുള്ള കണക്കുകൾ പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ അന്ന് അവിഭക്ത പാകിസ്ഥാനാണല്ലോ, അന്ന് 22% ഹിന്ദുക്കളുടെ ജനസംഖ്യ. അതിന്ന് നിങ്ങൾ പാകിസ്ഥാൻ എടുത്തു നോക്കൂ, അതാകെ 2% ആണ്. പിന്നെ ബംഗ്ലാദേശിലാവട്ടെ 7%, അതിൻ്റെ താഴെയായിട്ടും മാറിയിരിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ വെച്ചാൽ ഇദ്ദേഹം ചെയ്ത വലിയൊരു കളവ് എന്താ വെച്ചാൽ, അന്ന് നമുക്കറിയാം 7 കോടിയുടെ മുകളിലായിരുന്നു അന്ന് ഈ പറയുന്ന അവിഭക്ത പാകിസ്ഥാനിലെ ജനസംഖ്യ. അതിൽ തന്നെ ഏതാണ്ടൊരു 4.2 കോടി അന്നത്തെ ബംഗ്ലാദേശ് എന്ന് പറയുന്ന വടക്കൻ പാകിസ്ഥാൻ്റെ ഭാഗമാണ്. ബാക്കി 3.7 സംതിങ് ഈ പറയുന്ന നമ്മുടെ നിലവിലുള്ള പാകിസ്ഥാൻ്റെ. ഇതിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളും ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൻ്റെ ഭാഗമായിട്ടുള്ള ഈ പാകിസ്ഥാനിലായിരുന്നു. അപ്പോൾ ഇത് പിളർന്നതോടെ ഒരു ന്യൂനപക്ഷമേ യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളൂ. ബഹുഭൂരിപക്ഷവും ബംഗ്ലാദേശിൽ. നമുക്കറിയാം ബംഗ്ലാദേശിൽ നിന്നും അതിൻ്റെ അനുബന്ധ പ്രദേശങ്ങളിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ ഇന്ത്യയിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ പറയുന്ന ആസാമിലൊക്കെ പ്രശ്നം എന്താണ്, അപ്പോൾ ആസാം അക്കോടൊക്കെ വരാനുള്ള കാരണം എന്ത് തന്നെയാണ്, ആ കുടിയേറ്റം അവരുടെ ഈ പറയുന്ന ഡെമോഗ്രഫിയെ ബാധിക്കുന്നു, അവരുടെ സാമ്പത്തിക അവസ്ഥയെ, അധികാര വ്യവസ്ഥയെ ഒക്കെ ബാധിക്കുന്നു എന്നുള്ള ആശങ്കകളിൽ നിന്ന് തന്നെയാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇതിനെതിരെയുള്ള പ്രതിരോധങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന്, ഈ പീഡനം കാരണം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊല്ലപ്പെട്ടു എന്നോ അല്ലെങ്കിൽ പരിവർത്തനത്തിന് വിധേയമായി, മതപരിവർത്തനത്തിന് വിധേയമായി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഓടിപ്പോരേണ്ടി വന്നു എന്നുള്ളതാണ്. ഈ മൂന്നും എടുത്തു കഴിഞ്ഞാൽ ഇവരുടെ തന്നെ ചില സോഴ്സുകളൊക്കെ പറയുന്ന കണക്കുകൾ, ഇപ്പോൾ പാകിസ്ഥാനിലൊക്കെ 1000-ഓളം പെൺകുട്ടികൾ ഈ രീതിയിൽ ഒരു വർഷത്തിൽ പിന്നെ മതപരിവർത്തനത്തിന് വിധേയമാകുന്നതാണ്. പിടിച്ചുകൊണ്ടുപോയിട്ട് എന്താണ് കിട്ടുക എന്നാണ്. അപ്പോൾ ഈ 1000 കുട്ടികളല്ല, 2000 കുട്ടികൾ ഒരു കൊല്ലം ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി നോക്കിയാൽ 50 കൊല്ലം കൊണ്ട് എത്ര ഉണ്ടാവുക, 1,00,000 അല്ലേ? അപ്പോൾ ഇത് ഈ കണക്കുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പീഡനമോ പിന്നെ ഒരു തരത്തിലുള്ള ഏജൻസികളും ഇത്തരത്തിൽ വ്യാപകമായ ഹൈന്ദവ പീഡനമോ അല്ലെങ്കിൽ കലാപങ്ങൾ, ഇന്ത്യയിലൊക്കെ അടക്കം നോക്കണോ, ഒരു നെല്ലി കൂട്ടക്കൊല മാത്രം എടുത്തു കഴിഞ്ഞാൽ 10,000-ങ്ങളാണ് ഒരൊറ്റ രാത്രി കൊണ്ട് കൊല്ലപ്പെട്ടത്. അങ്ങനത്തെ ഒരു സിംഗിൾ ഇൻസിഡൻറ്റ് പോലും പാകിസ്ഥാൻ്റെ ചരിത്രത്തിലില്ലല്ലോ, ബംഗ്ലാദേശിൻ്റെ ചരിത്രത്തിലില്ലല്ലോ.
അപ്പോൾ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായ കൂട്ടക്കൊലകൾ നടന്ന രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ആ രാജ്യമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഈ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയൊക്കെ വിമർശിക്കുന്നത്. അങ്ങനെ ഒരു ചരിത്ര സന്ദർഭങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല. പിന്നെ മൂന്നാമത്തെ ഒരു വശം എന്ന് പറയുന്നത്, പാകിസ്ഥാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, പാകിസ്ഥാൻ്റെ ഒരു ജനസംഖ്യ 2014 ആകുമ്പോഴേക്ക് 1.4 താന്നു. 3.5 ഒക്കെ ഉണ്ടായിരുന്നത് 1.4 താഴ്ന്നിരുന്നു. ഇപ്പം അത് 2014 തൊട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, വീണ്ടും കയറിയിട്ട് 2.6 ഒക്കെ ആയി മാറിയിട്ടുണ്ട്. ആ ഒരു കാലഘട്ടത്തിൽ പാകിസ്ഥാനിലെ മൊത്തം ജനസംഖ്യ കുറയുക ചെയ്തത്. അതിനകത്തൊരു പക്ഷേ ഈ ഹൈന്ദവ വിഭാഗത്തിൻ്റേത് ആ തോതനുസരിച്ച് കുറയുകയും കൂടാതിരിക്കുകയും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി നാലാമത്തൊരു വശം ആലോചിച്ചാൽ, ഇങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരുപാട് ഈ കുടിയേറി വന്നവരുണ്ടെന്ന് നോക്കി. അപ്പോൾ അവരെന്ന് വന്നതാണ്? ഈ ജനസംഖ്യ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ 2014 ശേഷമാണോ ഈ പീഡനങ്ങൾ ഉണ്ടായത്? നമ്മൾക്കൊക്കെ അറിയാവുന്നൊരു ചരിത്രമുള്ള കാലഘട്ടമാണുള്ളത്. അപ്പോൾ അതിന് മുൻപ് വന്നവരാവണല്ലോ. അപ്പോൾ ഇവിടെ സ്വാഭാവികമായും ഈ കണക്കുകളെല്ലാം അദ്ദേഹം വെച്ചത് എന്തിനാണ്? ഈ പറയുന്ന മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ ഹിന്ദുക്കൾക്ക് പീഡനം അനുഭവിക്കുന്നുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ നമുക്കറിയാം, ഈ അടുത്ത കാലഘട്ടത്തിൽ പോലും ഉണ്ടായ പല സന്ദർഭങ്ങളിലും ഹൈന്ദവ ന്യൂനപക്ഷത്തിന് അതിശക്തമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്ത സന്ദർഭങ്ങൾ പാകിസ്ഥാൻ്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ട്. അവിടുത്തെ സുപ്രീം കോടതി അടക്കം ഇടപെട്ട സംഭവങ്ങളുണ്ട്. അപ്പം നമ്മൾ കാണുന്ന ആ നിലയ്ക്കുള്ള ഒരു പ്രശ്നത്തിൻ്റെ പേരിലല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം ഇനിയിപ്പോൾ NRCയിലേക്ക് എന്ത് ചെയ്യാം, കൂട്ടിച്ചേർക്കാൻ ഇടയുണ്ട്. ഡിറ്റൻഷൻ ക്യാമ്പുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി പണി കഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് ആളുകൾ പിന്നെ പല സ്ഥലങ്ങളിലും അതിനകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് ഈ പറയുന്ന ഒരു ജനാധിപത്യ പ്രക്രിയയ്ക്ക് വിരുദ്ധമായ ഒരു പൗരത്വ നിയമം, അത് സെക്യുലറിസ്റ്റ് കാഴ്ചപ്പാടിന് വിരുദ്ധമായ ഒരു പൗരത്വ നിയമം ഇന്ത്യയിൽ കൊണ്ടുവന്നു എന്ന് തന്നെ, അല്ലെങ്കിൽ കൊണ്ടുവരാൻ ശ്രമിക്കുമെന്ന് തന്നെയാണ്. പക്ഷെ അത് വിശദീകരിക്കാൻ, ന്യായീകരിക്കാൻ സത്യത്തിൽ ഇന്ത്യൻ ഭരണകൂടത്തിന് ഇപ്പോൾ കഴിയുന്നില്ല എന്നുള്ളൊരു സത്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മോദി മിണ്ടുന്നില്ല, അമിത്ഷാ പറയുന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, ഇഫക്റ്റീവായിട്ടും അല്ല. തീർച്ചയായിട്ടും ഇതൊരു CAA അല്ലെങ്കിൽ പൗരത്വ നിയമം വരുന്ന സമയത്ത് നാളെ ഇതിൻ്റെ ഹർജി സുപ്രീം കോടതി എടുക്കാൻ വേണ്ടി പോവാണ്. തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില നിരീക്ഷണങ്ങൾ ആ ഒരു വിഷയത്തിൽ കാണാൻ സാധിക്കുമെന്ന് നമുക്കെല്ലാവർക്കും പ്രത്യാശിക്കാം.